എന്നിട്ട് എവിടെയായിരുന്നു ഇന്നിന്റെ ചുറ്റിസഞ്ചാരം പകല് മുഴുവൻ? പ്രസ് ക്ലബ്, ലൈബ്രറി, റൂട്ടീൻ. ദാ പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോച്ച് നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ, ഒരു മാലാഖ. മാലാഖ? മാലാഖ. എന്താണ് അവരെ? ഒന്നുമില്ല. എന്നിട്ട് അവരുമായിട്ട് അഭിമുഖം ശരിക്കും എക്സ്പോസിംഗ് വൺ. തുടക്കത്തിന് ഷീ വാസ് നൈസ്. പക്ഷെ ഒടുക്കം ഇപ്പൊ സർക്കാർ ചെലവില് ഇരിക്കാൻ ഒരു സിംഹാസനവും പിന്നെ ചുറ്റിയടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാറും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലി ആയി പോയില്ലേ എന്ന് രണ്ടും കൽപ്പിച്ചൊരു ഒറ്റ ചോദ്യം. മോന്ത നോക്കിയാലും പറ്റിച്ചു തന്നില്ലാന്നേ ഉള്ളൂ. ബട്ട് ഷീ ത്രൂ മീ ഔട്ട് ലിറ്ററലി. പത്രാധിപരൊന്ന് വന്ന് കാണണായിരുന്നു. മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചുമന്നിട്ട് നല്ല ശരിക്കും വട്ടിളകിയ അമ്മയ്ക്ക്. that is she, a celebrated writer but a committed hypocrite. സൂക്ഷിച്ചോണം. Indian Airlines announces the arrival of IC434 from Mumbai. കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം. ചേട്ടാ വാങ്ങാൻ ജനങ്ങളുടെ പത്രം. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കാലിവാനജലം അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങളുടെ പത്രം. Passengers bound to Delhi by IC539 security check. Thank you. Indian Airlines announces the arrival of IC434 from Mumbai. അയാൾ അതിനിടയിൽ എടോ പന്നാലാൽ എയർപോർട്ട് എത്തി. വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത, ജനങ്ങളുടെ പത്രം വായിക്കാം. കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം അപകടപരമോ കൊലപാതകമോ? ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം വായിക്കാം. ചെക്ക് ചെയ്തു. ആർക്കും വായിക്കാം. ജാഗ്രത, ജനങ്ങളുടെ പത്രം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടപരമോ കൊലപാതകമോ? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? കൊച്ചി കാലിവാനജലം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. കൊച്ചി കാലിവാനജലം, കൊച്ചി കാലിവാനജലം വരുന്നു. ജാഗ്രത വരുന്നു. വായിക്കാം. കൊച്ചി കാലിവാനജലം. വാങ്ങണം സാർ. ഏതാടാ പത്രം? ജാഗ്രത സാർ. കൊച്ചി കാലിവാനജലം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടപരമോ അതോ കൊലപാതകമോ? വായിക്കാം. അപകടപരമോ അതോ? വേണ്ടി സാർ. എന്നാടാ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്. എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ. പന്നി നിക്കവിടെ. എന്റെ സൈക്കിൾ. അയ്യോ പത്രം, എന്റെ പത്രം. അടിച്ചതിന്റെ എടുത്ത് മാറ്റണ. Your attention please. Indian Airlines announces the arrival of flight IC1. എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ ഞാൻ ഇതൊന്ന് വാരി എടുത്തോട്ടെ. കഷ്ടമുണ്ട് സാറേ. ഞാൻ എന്നെ തെറ്റ് കേട്ടാ നിങ്ങൾ എന്നെ പട്ടി വിസ്തരിക്കുന്നോളാം. അവന്റെ അമ്മയുടെ അയ്യോ സാറേ, അയ്യോ വേണ്ട സാറേ, എന്റെ പത്രം നിന്റെ ഉമ്മാക്ക് ഇടവണ കിടന്ന് മെഴുകാന്. എന്റെ ഉമ്മാനെ പറഞ്ഞോണ്ടല്ലോ. നിന്റെ ഉമ്മാനെ പറഞ്ഞ നീ എന്ത് ചെയ്യണം? ഏതവളാണ് നിന്റെ ഉമ്മ?
Sir, please, stop it. റാസ്കൽ, ആരാടാ നീ? പറ. Officer, please. കൈ എടുക്കണം. ആരാടാ ഇവൻ? പറടാ. ആരാടാ ഇവൻ? ആരാടാ ഇവൻ നിന്റെ? Officer, please. മാറി നിൽക്കണം. പറടാ. ഇവൻ നിന്റെ തന്തയോ അതോ നിന്റെ ഉമ്മയുടെ മറ്റേ? Stop. No. എടോ വാഴക്കാലി. Stop it. സാർ DIG. തോമസ് നിർത്താൻ. പ്ലീസ് പ്ലീസ്. മിസ്റ്റർ നന്ദനല്ലേ? നന്ദഗോപാൽ. മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്ന് 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ്. അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആളാ പറഞ്ഞത്? സാർ ഞാൻ stupid. Come on, report my office. പോടോ. സാർ ബാക്കിയുള്ളവൻ ഒരുത്തനായിട്ട് അവന്റെ അല്ല ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ. Oh. അല്ല ഇതിപ്പോ ഇവിടെ എങ്ങനെ? ഓ, വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റിൽ. ഞാനങ്ങനെ അറിഞ്ഞതായിരിക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ, ഗോൺ ടു ചെന്നൈ, വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു. വാ വന്നാട്ടെ. ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട്, ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം. മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഓ, എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി. ദാണ്ടെ കണ്ടില്ലേ? ദേ ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കെന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? Hey, ഒന്നുമില്ല. പറയണം. ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത് മറാഠ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായിക്കിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ ഐ വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് 8 years. ബട്ട് ദാറ്റ് വാസ് ഇൻ 1971. സോ 71 കൊല ചെയ്യപ്പെട്ടയാള് 74 എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ബാക്ക് സ്ക്രാച്ചിങ്. യെസ്. ഹലോ, അവരാ പറയും. എന്തൊരു ഓർമ്മപ്പശകന്റെ തമ്പുരാനെ, കഷ്ടം. സോ ദിസ് സജസ്റ്റ് എ ട്രൂസ്, രമ്യത അല്ലേ? അത് പിന്നെ ആർക്കും ഒരു പരാതിയുമില്ല എന്നൊരു ഒത്തീർപ്പല്ലാതെ. യെസ്, കമിൻ. ഐ മീൻ മിസ്റ്റർ നന്ദൻ ഇഷ്യൂവിൽ വെറുതെ അൺനെസസറി ആയി ചാടിക്കയറി ഇടപെട്ട് പോയി സ്ഥിതിക്ക് നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. Why? അല്ല, അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ Yes? അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ. ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ നന്ദനെയും തേണ്ടി ചെറുക്കനെയും കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോണ്ട് ഇടിച്ച്. നിർത്തോ മിസ്റ്റർ നന്ദൻ. Now stop it. Just stop blabbering like a two-bit squeezer. അയ്യോ അല്ല, ഞാൻ വെറുതെ നന്ദൻ കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്, നാണക്കേട് വേണ്ടെന്ന് കരുതിട്ടാ. Come on, Mr. സഭാപതി. ദാ ഇത്തിരി ഇല്ലാത്ത ഈ നരന്തിനെ നട റോഡിലിട്ട് തല്ലിച്ചതച്ച നിങ്ങളുടെ ഈ തെമ്മാടി ഓഫീസറുടെ മോന്ത അടച്ച് ഇനി ഒരു 4 എണ്ണം കൂടെ പൊട്ടിക്കേണ്ടി വന്നാലും ശരി, I won't be ashamed and I will only be too proud of what I do. വാടാ. പ്ലീസ് പ്ലീസ് മിസ്റ്റർ നന്ദൻ, ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. Get lost, you. എടാ കുഞ്ഞു മക്കളെ, നിന്റെ കൂടി ഭാവി നന്മ കരുതിയിട്ടാ സാറ്. ഒന്ന് പറഞ്ഞടാ പ്ലീസ് മിസ്റ്റർ നന്ദൻ. പൊന്നും കൂടം പോലത്തെ എന്റെ ഒറ്റ മോളാണ് സത്യം. ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാൾ ഇടപെട്ട സ്ഥിതിക്ക് പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന പേര് ദോഷം, പിന്നെ മേലാവി എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി ഞാൻ സൂപ്പിലായി പോകും. എന്റെ പൊന്നു സാറ് പ്ലീസ് ഇതൊന്നും പോയിച്ചിട്ട് പോ. മിസ്റ്റർ സഭാപതി, എന്തോ ഈ കഴുത കുങ്കുമം ചോക്കുന്ന പോലെ നിങ്ങൾ തോളെ ചോന്നു നടക്കുന്ന ഈ 3 അക്ഷരം ഉണ്ടല്ലോ, IPS, ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല,
നിങ്ങളുടെ ഈ വഴിവഴുത്ത ഡിപ്ലോമസി കണ്ട് കാല് വഴുതിയിട്ടുമല്ല. ബട്ട് ഫോർ ദിസ് ഹാപ്ലെസ് ഇൻഒഫെൻസീവ് ബോയ്. ഇവനെ പിന്നതിന്റെ പേരിൽ കോടതി കയറ്റാനും ടോമന്റ് ചെയ്യാനും ഒന്നും നിങ്ങളുടെ ഈ മുട്ടാളന്മാർക്ക് മേലിലൊരു അവസരം ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് മാത്രം. ജസ്റ്റ് ഫോർ ദാറ്റ് വൺ സിംഗിൾ റീസൺ ഐ എം ആക്സെപ്റ്റിംഗ് ദിസ്. ഓക്കെ, ടേക്ക് ഇറ്റ്. വാടാ. താങ്ക് യു സർ. വാ കേറ്. അയ്യോ സാറേ, അപ്പൊ എന്റെ സൈക്കിള്. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ തന്നെ നന്നാക്കിച്ച് നിന്റെ പത്ര ഓഫീസിൽ എത്തിച്ചു തരും. വാ. ഇബിനു, അയ്യോ ചേച്ചി. ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ. ഏയ് ഇല്ല ചേച്ചി, ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി അയ്യോ കാര്യം. ചേച്ചി, വാടാ അങ്ങോട്ട്. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേരടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ ഇടം വേണം ആണുങ്ങളായാല്. വാടാ, നടക്ക്. ജസ്റ്റ് മിനിറ്റ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാനോ. എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? None of your business. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതാ, ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ, ഇവന്റെ ഈ ദേഹത്ത് കയ്യെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും 1 ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. Stop the nonsense you. കോമൺ സെൻസ് ഇല്ല നിനക്ക്. കോടതി കയറ്റിയാല് ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്. അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിനി തണുക്കുവോളം കേസ്. അതിന്റെ ടയറിംഗ് ഡെലിബറേഷൻസ്. ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബീറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട്, ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ, അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ, നാവ് മരച്ചുപോയത് എനിക്ക്. ആ, തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മൊഴിയണം. പറയടാ, എന്താ ഈ ചേച്ചിയുടെ പേര്? ദേവു ചേച്ചി. ഓ, അപ്പൊ അതാണ് വിത്ത്. ദേവു പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഗുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ. ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്. അല്ല, എനിക്ക് ഹേയ്, അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ, പിന്നെ തന്റെ ലേഖനം, ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബല്യസ് ഇൻസൈറ്റ്സ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. ആണുങ്ങളെ കുറിച്ച് അവിടെ ചില സ്നൈഡ് റിമാർക്സ്. മുമ്പേ പറഞ്ഞില്ലേ, 6 അടി പൊക്കവും ആണത്വവും തമ്മിലൊരു കോറിലേഷൻ. അതുപോലെ ചില ക്ലീഷേ ഒബ്സർവേഷൻസ്. അത് പക്ഷെ നിന്റെ ഈ പ്രായത്തിന്റെ മാറും. ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും. നമുക്ക് മാറ്റിയെടുക്കാം. We'll meet. Okay. പിന്നെ we will meet. ആരടാ ഇയാള്, നിന്റെ ഈ രക്ഷകൻ? ആ, ചോദിച്ചപ്പോ പണ്ടെന്നെ പോലെ പത്രം വിറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു. അയ്യടാ, പത്രം വിറ്റ് നടന്ന ആളെ, ചുമ്മാ നമ്പര്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ? അല്ല, ആളോട് ചെറിയൊരു ഇത് നടക്കങ്ങോട്ട്.
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. May I come in? യെസ്. വയറാണ്. ആ വരണം മാഷ്. വന്നോളൂ. വരണം. അല്ല, ദേഹക്ഷതൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഹേയ്, ഇരിക്കാം. വേണ്ട, ഇരിപ്പ് മുഷിയും. അല്ലേടോ? ഐ എം ഓൾ റൈറ്റ്. കേട്ടോ നന്ദഗോപാൽ, അതിന് തരൂ. വസുന്ധര തമ്പിക്ക് ശുദ്ധവാശി, കൊടുത്തേ തീരൂന്ന്. പാടില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷെ അത് കാര്യമാക്കാണ്ട് ഇവരെ ഡെസ്കിൽ ഒരു ഹെഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നടന്ന സംഭവങ്ങൾ എന്താ വെച്ചാല് നന്ദൻ തന്നെ ഒന്ന് വിവരിച്ചു കൊടുത്തോളൂ. പ്ലീസ് മിസ്റ്റർ നന്ദൻ, സംഭവത്തിന്റെ ശരിക്കും ഒരു ഫ്രെയിം ടു ഫ്രെയിം അക്കൗണ്ട് അതാ നമുക്ക് വേണ്ടത്. സ്ട്രേറ്റ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ദാ ഈ കുട്ടി കുറിച്ചെടുത്തോളൂ. നോ, വേണ്ടാന്ന് ഞാൻ ബ്യൂറോയിലെ രാമവർമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ മാഡം. ബട്ട് നന്ദൻ, പ്ലീസ്, ദ സ്റ്റോറി സ്റ്റാൻഡ് സ്കിൽ. ആൻഡ് ലുക്ക്, പത്രസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാവേന്ദ്രന്മാർക്കും പിന്നെ പത്രമുതലാളിമാർക്കും സ്വന്തം വീരകൃത്യങ്ങൾ എഴുതി പൊലിപ്പിക്കുവാനുള്ള വെറും കടലാസായി തരം താണു പോകാൻ പാടില്ല ഒരു പത്രവും. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. ദാ കണ്ടില്ലേ, നിലവിളക്ക് കൊളുത്തി തലപ്പന്ത് കളി ഉദ്ഘാടനം, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് ബേസ്ഡ് ഈർക്കിലി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് തല സമ്മേളനം. ഇങ്ങനെ എന്തിന്റെങ്കിലുമൊക്കെ പേരിൽ സ്വന്തം മോന്തായം ദിവസവും പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ പോലെ നമ്മളും ദുർവാശി പിടിച്ചാലുണ്ടല്ലോ മാഡം. ഇനി അങ്ങനെ കൂടി അധപ്പതിച്ചു പോവും കേരളരശ്മി. ഇന്ന് ഏതായാലും ഭാഗ്യം, ദാ നരേന്ദ്രന്റെ മോന്തയ്ക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെയും പിന്നീട് സിംഹവാലിന്റെയും പടമാ ഇന്നത്തെ രാഷ്ട്രഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രോമിനന്റ്. ദൈവാധീനം. So, as I said, madam, the story stands killed. കുട്ടി പോയിക്കോളൂ. സർ. ബട്ട് മിസ്റ്റർ നന്ദൻ, Yes? can I ask you a personal question? Like? ലൈക്ക് ദാ ഇന്നത്തെ സംഭവം. ആരും അല്ലാതെ റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു തെണ്ടി ചെക്കിന് വേണ്ടിയിട്ട് മിസ്റ്റർ നന്ദനെ പോലെ സോഷ്യലി റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരാള്, അതും പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഫൈറ്റിന് നിൽക്കാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേറ്റ് എഡിറ്റർക്ക് ഇത് എന്ത് പറ്റി വാസു? ഈസ് ഹി ദിസ് ചീപ്പ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമല ശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഉരിഞ്ഞുപോയി എനിക്ക്. ആൻഡ് ഐ ഫെൽ സോ അഷെയിംഡ്. Oh, I see. ശരിക്കും എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട സ്ട്രീറ്റ് ഏർച്ചൻസിനോടൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്? എന്തിനാ നന്ദൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇൻഡിഗ്നേഷൻ? മാഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ, ആരുമല്ലാത്തവൻ വെറുതെ പത്രം വിറ്റ് നടക്കുന്ന തെരുവ് തണ്ടി എന്നൊക്കെ. യാ പറഞ്ഞു. ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക്. ഓ മൈ ഗോഡ്. യെസ് മാഡം. ഹിജറകളും ഹുക്കേഴ്സും ഹയർ ടഗുകളും പെഡ്ലേഴ്സും പിന്നെ പേരറിയാത്ത ഒരുപാട് പിമ്പുകളും പ്രമാണിമാരുമെല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തെണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ. ഉവ്വ് മാഡം, മറാത്ത ദൈനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ട്രൂ ലൈഫിന്റെയും എല്ലാം കോപ്പികൾ ദാ ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ. ആസ് എ ന്യൂസ് പേപ്പർ ബോയ്, ആസ് എ സ്ട്രീറ്റ് ഏർച്ചൻ. എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത്? ഏയ് നോ മിസ്റ്റർ നന്ദൻ, നിങ്ങൾ വെറുതെ തമാശക്ക്. യു ആർ ജസ്റ്റ് ട്രൈങ് ടു ഫൂൾ മീ. ഐ വുഡന്റ് ബിലീവ് യു. But then you have to. And if it still does pester you, madam, mind you, അങ്ങനെ ഒരു ഭൂതകാലം അനുഭവിച്ചറിഞ്ഞവന് ഇന്നത്തെ പോലൊരു സീനിൽ വന്ന് പെട്ടാൽ ചിലപ്പോൾ നിയന്ത്രണം അറ്റൂന്ന് വരും, ഒരുപക്ഷെ അറിയാതെ പൊട്ടിത്തെറിച്ചു വരും. അക്രമം ചെയ്യുന്നത് എത്ര വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു വരും നന്ദൻ. So does that explain the indignation part? No, I just don't want to believe this, and I swear I wouldn't ever. And madam, just one more thing. Yes? Is he so cheap എന്ന് വിളിച്ചു ചോദിച്ച് തൊലിയുരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? വിമല ശങ്കർ, വിമൻസ് വേൾഡ്. ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വഷളാണ് എന്ന്. Or shall I call her straight? അയ്യോ വേണ്ട. Then please. I'm telling you, I'm just totally fed up with this whole setup. And I swear I'll kill that beggar, that Kunitaram beggar. And hell, I'm sorry. get out of my way now. Hey, Stupid. just a minute, Vivin. Hey. You know something about Nandan? He has such real criminal Listen, background. please, madam. You know, ശരിക്കും തെരുവിൽ പിച്ച തന്നെ നടന്ന ആളായാള്. അതുകൊണ്ടാണ് ഇന്ന് ബെഗർ ബോയിന് Get പോലീസ് lost, you old hag. You? Full of creeps in this place and full of mouth. I swear. Enough is enough. Can't take
ഈ ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ അടച്ചു പുച്ഛമുള്ള ഏതെങ്കിലും മൾട്ടിനാഷണലിന്റെ PRO കസേരയിൽ കൊണ്ട് ഇരുത്തി കൊടുക്കണം ഈ പെമ്പറന്നോത്തിയെ, ഈ മാഡം വസുന്ധര തമ്പിയെ, അല്ലേ മാഷ്? എക്സ്ക്യൂസ് മീ ബോസ്. യെസ്. കഷ്ടമാണ് ബോസ്, ശരിക്കും കഷ്ടം. ദിസ് ഇസ് ടു ബാഡ്. ദാ നോക്കണം, ബോസ് പ്രത്യേകം അസൈൻ ചെയ്തിട്ട് പോലീസിന്റെ ബൂട്ട്സിന്റെ ബാറ്റിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടെടുത്താ ഞാൻ ഈ ഫോട്ടോഗ്രാഫ്സ്. ബട്ട് സീ വാട്ട് ഹാപ്പൻസ് നൗ. സീ, യു സീ. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? താൻ ഇത്രയ്ക്ക് അങ്ങോട്ട് അന്താളിക്കാൻ? ഓൾ സ്ക്രൂഡ് അപ്പ് ബോസ്. ദാ ഇതിലിപ്പോ ഒരൊറ്റ എണ്ണം വരാൻ പോകുന്നില്ല നാളത്തെ കേരള രശ്മിയില്. വൈ? That കുരുവിത്തരം beggar is screwing up the designs, boss. ചോദിച്ചപ്പോ ഇതെല്ലാം എടുത്ത് ട്രാഷ് ബാഗിൽ കൊട്ടാൻ പറയുന്നു അയാൾ. അപ്പൊ പിന്നെ പേജ് ഓക്കെ ചെയ്തു എന്ന് മാഷ് പറഞ്ഞത്? ചെയ്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഫലം നന്ദൻ? ഇതിപ്പോ എന്നോടോ ഇയാളോടോ ഒന്നും ആവില്ല ശത്രുത. പുതുതായിട്ട് ഒരാൾ ഇങ്ങനെ വന്നിറങ്ങിയപ്പോ ഇതുവരെ വച്ച് അനുഭവിച്ചിരുന്ന അധികാരങ്ങൾ ഓരോന്നിങ്ങനെ കൈവിട്ടു പോകുന്നതിന്റെ വെമ്പലാവും അയാൾക്ക്. അല്ലാതെ വേണ്ട നന്ദൻ, അയാളെ വെറുതെ ശത്രുവാക്കാവുന്നല്ലാതെ. ഹലോ മിസ്റ്റർ ബേബിച്ചൻ? അതെ, കുരുവിത്തടം ബേബിച്ചൻ. ഇതാരാണാവോ? ഓ, മറ്റവനാ. ഓ, ആ എന്നതാണാവോ? അല്ല മിസ്റ്റർ കുരുവിത്തടം, ഫ്രണ്ട് പേജിൽ എന്താണാവോ ഒരു കൺഫ്യൂഷൻ? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ. സം സ്മാൾ ചേഞ്ചസ്. ഓക്കെ, ഹോൾഡ് ഇറ്റ്. എന്തോ? ഐ സെഡ് ജസ്റ്റ് ഹോൾഡ് ഇറ്റ്. നന്ദഗോപാലൻ വന്ന് കേറിയിട്ട് ആഴ്ചയൊന്നും തികഞ്ഞിട്ടില്ല, എന്നിട്ട് അന്നേരമാ അവന്റെ ഒക്കെ ഒരു വോൾഡിറ്റ്. എടോ കുട്ടിക്കാരൻ, എടോ ഈ കണ്ട പന്ന കൽപ്പിച്ചാൽ ഉടനെ കുരുവിത്തരം പേടിച്ചാൽ എന്നാടോ പേടിച്ചെങ്കിൽ കാല് വഴി മുള്ളുവോ? അല്ല അത് എടോ മുള്ളുവോ എന്നാ ചോദിച്ചേ. നോ. എന്തൊക്കെയാണാവോ നിങ്ങൾ ഉദ്ദേശിച്ച സ്മോൾ ചേഞ്ചസ്? അത് പിന്നല്ലാണ്ട് നന്ദഗോപാലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണെന്നും പറഞ്ഞ് ഇവരെടുത്തോണ്ട് വന്ന കുടിവെള്ള പ്രക്ഷോഭം, മറ്റേ വൈപ്പിക്കരക്കാരനെ, അതിപ്പോ ആണ്ടി 366 ദിവസമുള്ള സോക്കേടായവനൊക്കെ ഈ ചമരം നോ ന്യൂസ് വാല്യൂ. അതുകൊണ്ട് അതെടുത്ത് ഒറ്റ ഏറെ കരുതിട്ട് പകരം ആ സ്പേസിൽ നമ്മൾ താതെ ഇവരെ അങ്ങോട്ട് കയറ്റും മെയിൻ സ്റ്റോറി ആയിട്ട് വിത്ത് ബാനർ ഹെഡ്ലൈൻ. ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു. കൂർലോസിന്റെ സിംഹാസനാരോഹണം 28-ന്. അപ്പത്തൊന്നും ക്രിസ്ത്യാനിച്ചായമാണെന്ന് അല്ലല്ലോ, നമുക്കെല്ലാ സമുദായക്കാരും വേണം. വേണ്ടേടോ? വേണം. അതുകൊണ്ട് ഫ്രണ്ട് പേജ് നമ്മള് ഇതൊക്കെ കൂടെ ചേർത്തങ്ങ് ബാലൻസ് ചെയ്യുന്നു. അതായത് കൊച്ചി വിമാനത്താവളത്തിൽ സ്വാമിനി സത്യന്യാനന്ദ രമാഭാരതിജിക്ക് പൂർണ്ണകുംഭം. പിന്നെ നമ്മുടെ മോണിക്ക അടിവസ്ത്രത്തിൽ പുരണ്ടത് വെറും കറയോ അതോ എങ്ങനെ? എല്ലാം കൂടെ ചേർത്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതെ, നല്ല ഇതായിരിക്കും. ഫ്രാൻസിസ്, എടുത്ത് മാറ്റിക്കോളൂ ഇതെല്ലാം. ജസ്റ്റ് ഇറേസ് ദ പേജ്. പിന്നെ സ്ഥാനാരോഹണം 28-ന്, അതായത് ഇനിയും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട്, എന്നിട്ടേ ഉണ്ടാവൂ ചടങ്ങ്, അല്ലേ മിസ്റ്റർ കുരുവിത്തനം? അല്ല, അത് പിന്നെ ഈ തിരുമേനിമാരെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു കർട്ടൻ റൈസർ. ലുക്ക്, കൂർലോസ് സിംഹാസനത്തിലോട്ട് കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നാളെ കഴിഞ്ഞ് എസ്തപ്പാനോസിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി. വിധി വരട്ടെ, എന്നിട്ട് മതി കർട്ടൻ പൊക്കുന്നതും ബാലൻസ് ചെയ്യാൻ ഈ കാവിക്കൊടി പൊന്തിക്കുന്നതും ഒക്കെ. എന്താ? എടോ നന്ദഗോപാല, അതെ താണ്ടെ ഈ സഭാവിഷയങ്ങളിലും പിന്നെ തിരുമേനിമാരുടെ കാര്യങ്ങളിലും ഒക്കെ പണ്ട് പുരാതന കാലം മുതൽക്ക് ഇങ്ങോട്ട് ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കേരളലക്ഷ്മിക്ക്. ഇനി അതിന്റെ പുറത്തോട്ടു കൂടെ കയറി താൻ എന്റെ തൊഴിൽ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഓരോരുത്തന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും തോംസൺ ഫൗണ്ടേഷനിൽ നിന്നും ഒരുമാതിരി വെളുവെളുവളാന്നിരിക്കുന്ന സായിപ്പന്മാരുടെ അങ്ങൂന്നും ഒക്കെ ഓരോ ഗുണവധികാരവും പഠിച്ചോണ്ടെങ്കിൽ ഇറങ്ങിക്കോളും ബാക്കിയുള്ളവരെ ഉണർത്താനായിട്ട്. എടോ കുഞ്ഞേ, താണ്ടേ അതൊക്കെ ഡൽഹിയില് അങ്ങ് കോണാട്ട് പ്ലേസിൽ കൊണ്ട് ഇറക്കിയാച്ചാ മതി. ഇവിടെ വേണ്ട, ഇവിടെ ചെലവായില്ല, കേട്ടല്ലോ? Now come on all of you trainees. ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ഒരല്പം നേരത്തേക്ക് പ്ലീസ്. ഇവളൊന്നും ഒരുത്തരും എങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, ആരും വിട്ട് ചലിക്കുന്നുമില്ല. നിക്കടോ അവിടെ. ഉദ്ധരിച്ചു പിടിച്ചോണ്ടുള്ള വരവായിരുന്നല്ലോ സാറേ, എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഇതുങ്ങളെ കേട്ടാലും മുറിഞ്ഞു പോവായിരിക്കും തന്നെ. Shut your filthy rattle trap you. Now look, കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് കപട സന്യാസിമാരുടെയും മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്രപേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ
അത് ഏത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിന്റെ പേരിലായാലും ശരി, ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ഇൻടു യുവർ ബ്രെയിൻസ്. ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് ഡിസീവ് യുവർ ഡിസ്ക്രിഷൻസ്. ആൻഡ് ദെൻ വൈറ്റ് ഹൗസിലെ അടിച്ചുകളിക്കാരിയുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ 4th റേറ്റ് പാപ്പരാസി സംസ്കാരം ആവരുത്. ദാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോട് അടുക്കിപ്പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടർമാൻ അടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് വടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ തെറിയും നെറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തനം, ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായന്റെ നേർബങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയി എന്നതും വലിയ വലിയ തിരുമേനിമാരെ വേണ്ടതുപോലെ കൃത്യമായി സുഖിപ്പിക്കാൻ അറിയുന്നു എന്നോ ഒന്നും ആവരുത്. ദാ ഇതുപോലൊരു കസേരയിൽ കയറി മലർന്നിരിക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്. ഡു യു ഗെറ്റ് മീ? Just shut up. മാഷെ, now you just redo the page. Yes. And he will not dare trouble you, right? Okay. നന്ദൻ, ചീഫ് എഡിറ്ററുടെ വീട്ടിൽ നിന്ന് PA വിളിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് 2ാമത്തെ പേസ് മേക്കറും വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളൂ മൂപ്പര്. പക്ഷേ നാളെ രാവിലെ 7:30 നന്ദന് സമയം ഉണ്ടാവുമോ എന്ന് ആലോചിക്കണം ചെന്ന് കാണാൻ. ഓ യെസ്, പറഞ്ഞോളൂ. ഓ പക്ഷെ ഒന്ന് സൂക്ഷിക്കണം. ഔതക്കുട്ടിച്ചായന്റെ 7:30 എന്ന് പറയുമ്പോ നമ്മുടെ 7:25 സമയം. ചാൽ കാണാൻ സമയം തന്നിട്ട് വാച്ച് ഒരല്പം ഫാസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ചെല്ലുമ്പോൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ശകാരിക്കുക. ഒക്കെ ഒരു കൂട്ടം കുസൃതികളാ മൂപ്പർക്ക്. ഏയ് വാട്ട് കുസൃതി മാൻ, ചുമ്മാ പുള്ളിയുടെ നമ്പറാ ഒക്കെ നമ്മളെ വരട്ടാനായിട്ട്. ബട്ട് ബിവെയർ ഓഫ് ഹിം സർ. അപ്പൊ മറക്കണ്ട, 7:30 ഷാർപ്പ്.